അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണ അപകടം. വെമ്പായം ഹാപ്പി ലാൻഡിലാണ് അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശികളായ 5 പേർക്കാണ് പരിക്കേറ്റത്. 4 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 30-ലധികം ആളുകൾ റൈഡിൽ ഉണ്ടായിരുന്നതായാണ് സൂചന. നമുക്ക് വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നൊപ്പം ജിബിൻ ജെബി ഉണ്ട് അപകട സ്ഥലത്ത് നിന്ന്. നമ്മൾ ആദ്യം അലക്സിലേക്ക് പോകാം. അലക്സ്, പരിക്കേറ്റ ആളുകളെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിലവിൽ അവരുടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ്? അമല, തിരുവനന്തപുരത്ത് വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡാണ് അപകടത്തിൽപ്പെട്ടത്. ഹാപ്പി ലാൻഡിലെ റൈഡാണ് അപകടത്തിൽപ്പെട്ടത്. അതായത് 1.5 മണിക്കാണ് ഈ അപകടം നടക്കുന്നത്. 30ഓളം പേർ ആ റൈഡിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ആ റൈഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ റൈഡ് പൊട്ടി വീഴുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, അത്തരത്തിലുള്ള വിവിധ ജനവിഭാഗങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ഈ അപകടം നടക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇത് ഈ വെൽഡിംഗ് ഇളകി അത് ചരിഞ്ഞ് വരുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്ത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരുടെ ബന്ധുക്കൾക്കോ ഉറ്റവർക്കോ മനസ്സിലാവുന്നുണ്ട് അപകടത്തിൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അവർ ഈ ഉറ്റവരെ പിടിക്കണം, അതായത് നിയന്ത്രണം വിട്ടിങ്ങനെ ആടി ഉലയുന്ന ഊഞ്ഞാലിനെ പിടിക്കാനായി ഇവർ പോകുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇതിൽ പരിക്കേറ്റത് 5ഓളം പേർക്കാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നാഗർകോവിൽ സ്വദേശികളാണ് പരിക്കേറ്റവരെന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഇവർ ആദ്യം പിരപ്പങ്കോട് സെന്റ് ജോൺസ് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4 പേരെ എത്തിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുന്ന അവരുടെ പേരുകൾ: 54 വയസ്സുകാരിയ മനോരതി, സീമണി 49 വയസ്സ്, മാലിനി 49 വയസ്സ്, ശ്യാം ഡാനിയൽ 14 വയസ്സ്, റോസ് 16 വയസ്സ് എന്നിങ്ങനെ 5 പേർക്കാണ് പരിക്കേറ്റതെന്ന് മനസ്സിലാക്കുന്നു. അതിൽ 4 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ സെന്റ് ജോൺസ് ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇവരെ എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ നമ്മളോട് പറയുന്നത്, അദ്ദേഹം ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, സെന്റ് ജോൺസിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവർക്ക് ജീവഹാനി ഉണ്ടാകുന്ന തരത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആശ്വാസകരമായ കാര്യമാണ്. അതായത് തലയ്ക്കോ മറ്റോ ഒന്നും പരിക്കേറ്റില്ല. കൈകളിലും കാലുകളിലും പരിക്കേറ്റിട്ടുണ്ട്. പ്രത്യേകിച്ച് കാലിൽ പൊട്ടലടക്കമുള്ളവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെ ശുശ്രൂഷ നൽകുകയാണ്. അകത്തേക്ക് ഡോക്ടർമാരടക്കമുള്ള സംഘമുണ്ട്. ഒരുപക്ഷെ ഒരു കുട്ടിയെ കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SAT ആശുപത്രിയിലൊക്കെ കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ 4 പേർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഇതിലേറ്റവും പ്രധാനം, നമ്മൾ ആ റൈഡ് കാണുന്നുണ്ട്. ആ റൈഡിൽ അതിൻ്റെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. കാലപ്പഴക്കം ചെന്ന ഒരു റൈഡാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതായത് ആ റൈഡിൽ അങ്ങനെ ആ വേഗതയിൽ കറങ്ങുന്നതിന് സുരക്ഷിതത്വം ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി മെഷർ സ്വീകരിച്ചോ എന്നുള്ള കാര്യമാണ് സംശയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.